പ്രായോഗികമായി ഇതിനകത്ത് എന്താണ് ചെയ്യാൻ പറ്റുക? സ്റ്റേറ്റ് ഉണ്ട്, പറഞ്ഞ പോലീസ് സംവിധാനം, ഈ പരാതിക്കാരൊന്നും പ്രത്യക്ഷത്തിൽ വരാത്ത സാഹചര്യത്തിൽ പ്രായോഗികമായി ഈ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക? അല്ല, പ്രായോഗികമായി എന്നല്ല, നിയമപരമായി മാത്രമേ കേസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയൂ. മനസ്സിലായില്ലേ? അതെ, അതിപ്പം പരാതിയുമായിട്ട് ആളുകൾ രംഗത്ത് വരണം. ഇപ്പം നടന്ന ഫോൺ സംഭാഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്മേൽ കൂടുതൽ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശക്തമായ നിലപാടിലേക്ക് പോലീസ് പോകും. അത് പോലീസ് എടുക്കേണ്ട ഭാഗം. കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതായത് കേസുള്ള, അതായത് സ്ത്രീ പരാതിയിൽ തന്നെ കേസുള്ള മുകേഷ് ഉൾപ്പെടെ ആൾക്കാർ MLA തുടരുമ്പോൾ എങ്ങനെയാണ് രാജി ആവശ്യപ്പെടുന്ന ചോദ്യം ചോദിക്കുന്നത്? മുകേഷിൻ്റെ കേസും ഇതും ഒരുപോലെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മുകേഷിൻ്റെ കേസ് കേസ് നേരിടുന്നുണ്ട്. മാത്രമല്ല, മുകേഷിനെതിരെ കേസ് കൊടുത്ത ആളിൻ്റെ പേരിൽ വേറെ കേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറയാം അല്ല അത് ആ വഴിക്ക് നടക്കട്ടെ. പക്ഷേ മുകേഷിൻ്റെ കേസ് പോലെയാണോ ഈ കേസ്? ഇത് എത്ര പെൺകുട്ടികളാണ് ഓരോ ദിവസവും രംഗത്ത് വരുന്നത്? അതായത് തൻ്റെ ഗർഭത്തിൽ ഇരിക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ ഇതിന്മേൽ ഒരു ക്രിമിനൽ കുറ്റം വേറെയുണ്ടോ? അപ്പോൾ ഇത് പെൺകുട്ടികൾ തന്നെ നേരിട്ട് വന്ന് നിങ്ങളുടെ ചാനലുകളോട് പറയുന്നു. അതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്രമാത്രം ക്രിമിനൽ മൈൻഡോട് കൂടിയിട്ട് ഒരു കുട്ടിയെ മാത്രമല്ല, ഇത് തുടർച്ചയായി ഇതിൻ്റെ ഒരു പെരുമഴയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ രാഷ്ട്രീയ അനുഭവത്തിൽ ഇതുപോലെ ഒരു അനുഭവം, സമാനതകളില്ലാത്ത ഒരു അനുഭവം വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന്മേൽ ശക്തമായ ജനവികാരം, DYFIയുടെ വികാരം മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിലെ സാധാരണക്കാർക്ക് ഇവരെ പിന്തുണക്കാൻ പറ്റുമോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഇതിനെ പിന്തുണക്കാൻ പറ്റുമോ? കേരളത്തിലെ അമ്മമാർ, സഹോദരിമാർ, കേരളത്തിലെ രക്ഷിതാക്കൾ, ആർക്ക് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി കഴിയും? അത് ഏത് പാർട്ടിയായാലും. അതുകൊണ്ട് കേരളീയ സമൂഹത്തിൻ്റെ മൊത്തം ആവശ്യമാണ് ഇവനെപ്പോലെയുള്ള ഒരാൾ കേരളത്തിൽ ഒരു MLA ആയി തുടരാൻ പാടില്ല എന്നുള്ളത്. അതൊരു നിസ്സാരമായ കാര്യമല്ല. യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടാത്ത ഒരാളെങ്ങനെയാണ് പാലക്കാട് ജനങ്ങൾക്ക് തലയിൽ കെട്ടിവെക്കുന്നത്? അതുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം DYFIയുടെ ഭാഗത്തുണ്ടാവും. MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. അത് MLA സ്ഥാനത്ത് തുടരാനുള്ള അർഹത ഇയാൾക്കുണ്ടോ? അത് ഷാഫിയെപ്പോഴും ആളുകൾ പറയേണ്ടതാണ്. നിങ്ങൾ രാവിലെ ചോദിച്ചപ്പോൾ ഷാഫിയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പെൺകുട്ടികൾ ഫേക്കായിട്ടുണ്ടാക്കിയിട്ടുള്ള കഥകളാണോ ഇത്? ആണോ? അതിനല്ലേ ഇവർ ഉത്തരം പറയേണ്ടത്. പ്രതിപക്ഷ നേതാവും ഈ ഷാഫിയും ഉത്തരം പറയേണ്ടത്. ഇപ്പം ധാരാളം പെൺകുട്ടികൾ വിവിധ പരാതികളുമായി വന്നിട്ടുണ്ട്. ആ പരാതികൾ ഫേക്കാണോ അല്ലയോ? ഈ ഓഡിയോ വീഡിയോ സന്ദേശങ്ങൾ ഫേക്കാണോ അല്ലയോ? അത് കോൺഗ്രസ് പറഞ്ഞാൽ മതി. ശരിയാണെങ്കിൽ പിന്നെ ആ സ്ഥാനത്ത് ഇയാളെ നിർത്താൻ കഴിയില്ലല്ലോ. ഇവരിപ്പോൾ ശരിയാണെന്നും പറയുന്നില്ല, തെറ്റാണെന്നും പറയുന്നില്ല, അതിനകത്ത് മൂടി വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മൂടി വെച്ച് കേരളത്തിലെ ജനങ്ങളെ അത്ര മണ്ടന്മാരാക്കാൻ നോക്കേണ്ടതില്ല. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിന്, പ്രതിരോധത്തിന് ഞങ്ങൾ തയ്യാറാവും. പ്രതിപക്ഷാതാവ് പറയുന്നൊരു കാര്യം, പലവട്ടം പറഞ്ഞൊരു കാര്യം, പാർട്ടി കോടതിയാകില്ല, ഞങ്ങൾ നടപടി സ്വീകരിക്കും. അതായത് കോൺഗ്രസിന്റെ കാര്യത്തിൽ പാർട്ടി കോടതിയാകില്ലെന്ന് പറഞ്ഞാലും ഒരു തുറന്നു പറച്ചിൽ വരെ രാഹുലിനോട് പ്രൊട്ടക്ഷൻ കിട്ടി. പൊതുവിൽ ഈ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ സംഘടനയ്ക്കുള്ളിൽ ഉയരുന്ന ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ അത് സംഘടനയ്ക്കകത്ത് തന്നെ കുടിച്ചു കൂടുന്ന രീതി, അത് ഇടതായാലും വലതായാലും BJP പൊതുവിൽ ഒരു പ്രവണത ഉണ്ട് എന്നുള്ള ആക്ഷേപമുണ്ട്. പൊതുവിൽ അനുഭവങ്ങൾ ഓരോന്നായിട്ട് പറയുന്നില്ല. ആ രീതിയിൽ മാറ്റം വരേണ്ടതല്ലേ ഈ സമൂഹ മാധ്യമ വിചാരണ, പാർട്ടി സംവിധാനത്തിനുള്ളിൽ അതിനപ്പുറത്തേക്ക് ഇത്ര പ്രവണതക്കാരെ തുറന്നാണ്. തെറ്റ് ചെയ്ത ഒരാളും സംരക്ഷിക്കപ്പെടാൻ പാടില്ല. നിങ്ങൾ ഇതിനെ, ഈ രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പൊതുവൽക്കരണത്തിലേക്ക് കോൺഗ്രസ് ഇതിനെ നയിക്കുന്നുണ്ട്. ദയവേത് മാധ്യമപ്രവർത്തകർ ആ വഴിയിൽ കൂടി പോവരുത്. ഇന്നിപ്പോൾ ഷാഫിയും അതാ പറഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടം പത്രസമ്മേളനം നടത്തി രാജി പ്രഖ്യാപിക്കുന്ന ആ പത്രസമ്മേളനത്തിലും എത്ര ധിക്കാരത്തോടു കൂടിയിട്ടാണ് മാധ്യമപ്രവർത്തകരോടും ഈ പൊതുസമൂഹത്തോടും വെല്ലുവിളിയിലേ നടത്തിയത്. അപ്പോൾ ഇതിനെല്ലാം പൊതുവൽക്കരിക്കുകയാണ്. നിങ്ങളുടെ മന്ത്രിസഭയിൽ ഇന്നയാളില്ലേ, പണ്ട് ചരിത്രത്തിൽ പുസ്തകത്തിൽ ഇന്നയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ശരിയല്ല, ശരിയാണ് എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞു, കേരളത്തിൻ്റെ രാഷ്ട്രീയ അനുഭവത്തിൽ സമാനതകളില്ലാത്ത ഒരു സംഭവം ഇത്. ഓരോ ദിവസവും 1ഉം 2ഉം പെൺകുട്ടികൾ ട്രാൻസ്ജെൻഡർ വരെ വരികയല്ലേ. എത്രമാത്രം അവർക്കെല്ലാം എതിരായിട്ട് ഈ കോൺഗ്രസിൻ്റെ സൈബർ സെല്ല് നടത്തിക്കൊണ്ടത് അക്രമം എത്രമാത്രമാണ്? മുഖമില്ലാത്ത ആൾ മാത്രമാണോ? ഞങ്ങൾ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ പരാതി ഉന്നയിച്ച ഒരു പെൺകുട്ടിയുടെ വസ്ത്രത്തിൻ്റെ അളവിനെക്കുറിച്ചാണ് ഇന്നലെ ഒരു മാന്യൻ, അല്ലേ, എന്താ അദ്ദേഹത്തിൻ്റെ പേര്, മറ്റേ പാലക്കാട് MP ശ്രീകണ്ഠൻ, അയാൾ പറഞ്ഞത് ശരിയാണോ? അയാൾ പരാതി പറഞ്ഞ പെൺകുട്ടിയുടെ വസ്ത്രത്തിൻ്റെ അളവെടുക്കാൻ ആരാ ഈ ശ്രീകണ്ഠനെ ചുമതലപ്പെടുത്തിയത്? വസ്ത്രത്തിൻ്റെ അളവെടുത്തിട്ടാണോ കേസും കാര്യങ്ങളും എടുക്കുക? അപ്പോൾ ഇതാണ് ഇവരുടെ രീതി. ഇവരെ പഴയ നേതാവ് സുധാകരന പറഞ്ഞത് ആ സൂര്യനെല്ലിയിലെ പെൺകുട്ടിയെക്കുറിച്ച് ആക്ഷേപിച്ചില്ലേ? എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ കൾച്ചർ തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഒന്നടങ്കം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്.
അവിടെ KPCCയുടെ സൈബർ ടീം സംഘടിതമായി പരാതി പറഞ്ഞ പെൺകുട്ടികളെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആക്രമിക്കാൻ പുറപ്പെട്ടാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി മാത്രമായിരിക്കില്ല പ്രതികരണം എന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിയമ നടപടിയും ഉണ്ടാവും. യുവജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഞങ്ങൾ തീർക്കും. അങ്ങനെ ഈ പരാതി പറഞ്ഞ പെൺകുട്ടികളെ സാമൂഹ്യ മാധ്യമത്തിൽ പല ആളുകളെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ട് ഭയപ്പെടുത്തി പിൻവലിപ്പിച്ച് കളയാം എന്നൊന്നും ധരിക്കേണ്ടതില്ല. അതിനെല്ലാം ആവശ്യമായ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെയൊന്നും യൂത്ത് കോൺഗ്രസിന് മുന്നിൽ, ഈ തമ്മാടത്തിന് മുന്നിൽ കേരളം കീഴടങ്ങില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഈ ടി സിദ്ദീഖിന്റെ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ ഭാര്യയൊക്കെ ഇരിക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ രാജ്യത്തിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റാണ് വന്നിരിക്കുന്നത്. അതിനോടെന്താ പ്രതികരണം? അതിനോട് മാത്രമല്ല, സ്ത്രീകളെ ഒരു സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ കൂടിയും അപമാനിക്കാൻ പാടില്ല. അത് ഞങ്ങൾ എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടാണ്. ഞങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെയും ഞങ്ങൾ ആ കാര്യങ്ങളിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഇടപെടലുകൾ ഞങ്ങൾ നടത്തില്ല. ഇവിടെ ഇപ്പോൾ രാഹുലിനെ സംരക്ഷിക്കാൻ ഈ ആദ്യം പരാതി പറഞ്ഞ പെൺകുട്ടി റിനിയെ എത്രമാത്രം ആക്ഷേപിക്കുകയാണ് ഇവിടെ ഉണ്ടായത്, അല്ലേ? ആ റിനി നേരത്തെ പങ്കെടുത്ത പരിപാടികളുടെ ഫോട്ടോ, റിനിയുടെ വസ്ത്രത്തിൻ്റെ അളവിനെക്കുറിച്ച് MP തന്നെ രംഗത്തിറങ്ങി പറയുന്നു. മറ്റ് മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ, പല ഫോട്ടോസും ഇട്ടിട്ട് ഞാനിവിടെ പറയാൻ കഴിയാത്ത ഭാഷയാണ് അവർ പ്രയോഗിക്കുന്നത്. ആ നിലയിൽ ആ പെൺകുട്ടികളെ ഇങ്ങനെ ഇട്ടെറിഞ്ഞു കൊടുക്കുകയാണ്. ആക്രമിച്ചോളൂ എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പം അതിനെ തള്ളിപ്പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണ്ടേ? അത് തയ്യാറാവുന്നില്ലല്ലോ. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ശക്തമായ നിലയിൽ ഇതിനൊരു പ്രതിരോധം അവർ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. അതിനെയും ഞങ്ങൾ ചെറുക്കും.